ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പുട്ട് ബിരിയാണിയാണ്. സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കും, ബിരിയാണി ഉണ്ടാക്കും. പക്ഷേ ഇതങ്ങനെയല്ല, പുട്ട് ബിരിയാണി. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 1 കപ്പ് പുട്ടുപൊടിയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് ഇളക്കി ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. പുട്ട് ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും വേന്നൊക്കെ വിചാരിക്കുമെങ്കിലും വളരെ ടേസ്റ്റിയാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണയും നെയ്യും പകുതി പകുതി വെച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി, എന്ത് വെജിറ്റബിൾസ് ഉണ്ടെങ്കിലും അതൊക്കെ പൊടിയായിട്ട് നുറുക്കി പച്ചമുളകും സവാളയും കൂടെ നുറുക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് അല്പം ഉപ്പും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വെജിറ്റബിൾസൊക്കെ വളരെ ചെറുതായിട്ട് നുറുക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് പാലക്കാണ്, പൊടിയായിട്ട് നുറുക്കിയ പാലക്ക്. അതിന് പകരം നമ്മുടെ ചീര, ചുമപ്പോ പച്ചയോ ചീരയോ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ മുരിങ്ങയില ഇട്ട് കൊടുക്കാം. അങ്ങനെ എന്ത് ലീഫ് വേണേലും ഇട്ട് കൊടുക്കാം. അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്ത് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കണം. അത് കഴിഞ്ഞ് തുറന്ന് അതിനകത്ത് വെള്ളമയമൊക്കെ വറ്റിച്ചെടുക്കുക. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കുക. ഇനി ഈ മിക്സിനെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പുട്ടുപൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. പുട്ടുപൊടി ഇപ്പം വെള്ളമൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് ഈ മിക്സും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. ചൂടൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പം കൈകൊണ്ട് ഇളക്കി നമ്മൾ പുട്ടുപൊടി എങ്ങനെയാണോ ഉതിരുതിരായിട്ടിരിക്കുന്നത് അതുപോലെ ആക്കിയെടുക്കണം. കട്ട പിടിക്കത്തൊന്നുമില്ല, നല്ല ഉതിരുതിരായിട്ട് തന്നെ കിട്ടും. നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ പുട്ടുപൊടിയൊക്കെ അതേ കണ്ടില്ലേ, നല്ല സെറ്റായിട്ടുണ്ട്. ഇനി അത് സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ വലിയ പുട്ടുകുറ്റിയിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ചിരട്ട പുട്ട് മേക്കറിലോ തേങ്ങ ഇട്ട് കൊടുക്കുക. അതിന് മുകളിൽ ഈ പൊടി വാരി വയ്ക്കുക. എങ്ങനെ വേണേലും ഉണ്ടാക്കാം. അതല്ല അപ്പച്ചമ്പിൽ വാഴയില വെച്ചിട്ട് അതിനകത്ത് വാരി വെച്ചും ഉണ്ടാക്കാം. പക്ഷേ നമ്മളൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. മറ്റേ ചെയ്യുവാണെങ്കിൽ എളുപ്പമാണ്. അപ്പോൾ ഞാൻ കുക്കറിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തു. ആവി വന്നു. 2 മിനിറ്റ് മതിയല്ലോ പുട്ടിന് ആവി വരാൻ. നമ്മുടെ വളരെ ഭംഗിയുള്ള അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ബിരിയാണി പുട്ട് ഇവിടെ റെഡിയായി. ഇത് ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പം ഈവനിങ് കൊടുക്കാനോ ഒക്കെ നല്ലതാണ്. വെജിറ്റബിൾസൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് അത്രയും വെജിറ്റബിൾസും ലീഫും എല്ലാം ഉള്ളിൽ ചെല്ലും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ദം ഉപ്പുമാവാണ്. റവ കൊണ്ട് ദം ഉപ്പുമാവ്. അതിന് വേണ്ട സാധനങ്ങളാണ് എടുത്തു വച്ചിരിക്കുന്നത്. ക്യാരറ്റ്, പച്ചമുളക്, സവാള, കപ്പലണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്, പൊട്ടുകടലയുണ്ട്, ഇഞ്ചിയുണ്ട്, കാഷ്നട്ട് നുറുക്കിയതുണ്ട്, കുറച്ച് നെയ്യുണ്ട്. ഇനി 1 കപ്പ് റവ എടുക്കുക. റവയുടെ അളവൊക്കെ വീട്ടിലെ ആളിൻ്റെ എണ്ണം അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതിനെ നമ്മളൊരു പാനിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് ഈ റവയൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. നേരത്തെ വറുത്ത റവയാണ്, പാക്കറ്റിൽ കിട്ടുന്ന വറുത്ത റവയാണ്. എന്നാലും നമ്മൾ ഒന്നും കൂടി ഒന്ന് വറുത്ത് കൊടുക്കണം, എന്നാലേ ഉപ്പുമാവ് കട്ട പിടിക്കാതിരിക്കത്തുള്ളൂ. ഒന്നും കൂടെ നന്നായിട്ട് അതിനൊന്ന് വറുത്ത് കൊടുക്കുക. ഇനി അതവിടെ മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളമാണ് തിളപ്പിച്ചെടുക്കുകയാണ്. പിന്നെ ഒരു വാഴയില എടുക്കുക, നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അടുപ്പിൻ്റെ മുകളിൽ തീയിൽ കാണിച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. ഒരു മൺചട്ടിയിലേക്ക് ഈ വാഴയില ഒന്ന് ഇറക്കി വയ്ക്കുക. ഇറക്കി വയ്ക്കുമ്പം പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വാട്ടിയെടുക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ റവ ചേർത്ത് കൊടുക്കുക. ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളവും ആ റവയിലേക്ക് ഒഴിക്കുക. 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി അതിനെ നമ്മൾ അടച്ച് മൂടി ഒരു പാത്രം വെച്ച് മൂടിയിട്ട് അതിൻ്റെ മുകളിലൊരു വെയിറ്റും വയ്ക്കും. ഒട്ടും ആവി വെളിയിൽ പോകാതിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് അത് അവിടെ മാറ്റി വയ്ക്കുക. ഇനി ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്ത്, നെയ്യും വെളിച്ചെണ്ണയും സമാസമം വേണമെങ്കിലും എടുക്കാം. നമ്മൾ നേരത്തെ നുറുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, പൊട്ടുകടല, നിലക്കടല, ഇഞ്ചി, സവാള, പച്ചമുളക്, ക്യാരറ്റ്,
ഇതെല്ലാം കൂടെ ഈ പാനിലേക്കിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്നും നമ്മൾ ഒരേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് മടുത്തിരിക്കുമ്പോൾ ഇങ്ങനെ മാറി മാറി ഒന്ന് ഉണ്ടാക്കി നോക്കുക. ദോശ, ഇഡ്ഡലി, പുട്ട് ഇങ്ങനെ മാറി മാറി ഒരേപോലെ കഴിക്കുമ്പോൾ എല്ലാവർക്കും മടുക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ മാറി മാറി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതെല്ലാം വഴന്ന് കഴിഞ്ഞു. ഇനി അതിനെ നമ്മൾ നേരത്തെ മൂടി വെച്ചിരിക്കുന്ന ആ റവയിലേക്ക് ചേർത്തുകൊണ്ട്, റവയെല്ലാം വെള്ളമൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട്. ഇപ്പം നോക്കിയാൽ കട്ട പോലെ ഇരിക്കും, പക്ഷേ നമ്മൾ ലാസ്റ്റ് എടുക്കുമ്പോഴേക്കും നല്ല ഉതിരുതിരായിട്ട് ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത ഉപ്പുമാവ് കിട്ടും. ഇനി നമ്മളതിലേക്ക് ആ മിക്സും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും ഒന്നും കൂടി ഒരു 5 മിനിറ്റും കൂടി മൂടി വയ്ക്കുന്നുണ്ട്. ആവി പോകാതെ ആ ചൂടോടുകൂടി തന്നെ അങ്ങ് വെക്കണം. അതിന് ശേഷം തുറന്നിട്ട് നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കഴിയുമ്പോഴേക്കും ഇതേ കണ്ടില്ലേ, ഇങ്ങനെ നല്ല ഉതിരുതിരായിട്ടുള്ള ഉപ്പുമാവ്, ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത നല്ല ഉപ്പുമാവ് ഇവിടെ സെറ്റായി കിട്ടും. വളരെ ടേസ്റ്റിയാണ്. സാധാരണ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ പലർക്കും കട്ട കുത്തിപ്പോയിട്ട് ആകെ ഇഷ്ടപ്പെടാതെ, ഇതങ്ങനെയൊന്നുമില്ല, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ 2 വിഭവം ഉണ്ടാക്കി നോക്കുക. ഇന്നത്തെ 2 വിഭവം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.